ചേട്ടാ ഇപ്പൊ സിനിമ നാടകം പറഞ്ഞു. അപ്പൊ ഇതില് ഒരു എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു മെമ്മറി ഉണ്ടാവുമല്ലോ, ഒരു മൊമെന്റ് നാടകത്തിലായാലും സിനിമയിലായാലും. ആ മൊമെന്റ് എനിക്ക് എപ്പോഴും എന്റെ ലൈഫിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? സിനിമയിലായാലും കുഴപ്പമില്ല, നാടകത്തിലായാലും. ഇതുപോലെ തന്നെ ഇതാവാറുണ്ട്. കാരണം ഒരു ദിവസം തിരുവനന്തപുരം സൂര്യ ഫെസ്റ്റിവൽ, സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ് അവിടെ നാടകോത്സവം ഉണ്ടാകുക. അല്ലാതെ വേറെ ഡാൻസ് വേറെ, ക്ലാസിക്കൽ കലകൾ വേറെ, അങ്ങനെയൊക്കെ ഓരോ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തേമാതിരി നാടകം കളിച്ച് കഴിയുന്ന സമയത്ത് ഈ കർട്ടൻ പൊക്കിയിട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നെടുപടി വേണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് മൂപ്പരാളൊരു സ്റ്റൈലുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള സ്റ്റൈല്. അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഓർമ്മയ്ക്കും. അതുപോലെ പിറ്റേ ദിവസം തന്നെ ഇതേമാതിരി നെടുപടി വേണിച്ചേട്ടൻ ഞങ്ങളെ നാടകത്തിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം 7 നാടകം കളിക്കുന്നതായി. 10 ദിവസം 10 പ്ലേ ആണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ സോളോ തന്നെ ചെയ്യാന്നുള്ള ഇതായി കുളൂർ മാഷ് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി മുടിയൊക്കെ കംപ്ലീറ്റ് വെട്ടിച്ച് അങ്ങനെ ഇതേമാതിരി നാടകം തുടങ്ങിക്കഴിഞ്ഞ് അതേമാതിരി നാടകം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വിയർത്ത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ സൈഡിലേക്ക് പോയി ഇങ്ങനെയൊക്കെ നിൽക്കുക ചെയ്യുക. ചിലപ്പോൾ ഇമോഷനായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ഇതേമാതിരി പറഞ്ഞു ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഞാൻ നേരെ പോയി നോക്കിയപ്പോൾ ഷാജി കൈലാസ് സാറായിരുന്നു. ഷാജി കൈലാസ് സാറെ കൂടെ സുരേഷ് കുമാർ സാറുണ്ടായിരുന്നു. അപ്പോൾ ഷാജി കൈലാസ് സാറിനോട് ഇങ്ങനെ കാണിച്ച് നീ നാടകം ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഓരോ സംവിധായകരും പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലില്ലേ, IFFK, ആ സിനിമ അത് നടക്കുന്ന സമയത്ത് ഞാനവിടെ കുറേ ദിവസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ നിന്ന് ഒരാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ നടന്നിരുന്ന് കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ അയാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിരുന്നു, മുന്നിലുള്ള ആളെ കാണിച്ചിരുന്നു. നോക്കിയപ്പോൾ ബ്ലസ്സി സാറായിരുന്നു. ബ്ലസ്സി സാറ് പറഞ്ഞു കുറേ കാലം ഞാൻ വാച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർക്ക് ഒരുപാട് സന്തോഷമായി, സാറ് കാണാൻ പറ്റില്ല. അപ്പം ചോദിച്ചു ഇപ്പം എന്താ, ഞാൻ വെച്ച് ഇങ്ങനെ ഇപ്പം ഫെസ്റ്റിവലിന് വന്നാണ് നാടകങ്ങൾ കളിക്കുന്നത്, ആ സിനിമ ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം സാറിനോട് ചോദിച്ച് നമ്പർ തരുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാറിന് ഞാൻ നമ്പർ തന്നു, സാറിന് ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. സാറാ നമ്പർ വാങ്ങിച്ചേ. അപ്പോൾ അങ്ങനെ എൻ്റെ നമ്പർ വാങ്ങിക്കുകയും ചെയ്യും. സാറെന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യം ഫോണിൽ വിളിച്ച സമയത്ത് സാർ അപ്പോൾ ഫോൺ എടുക്കും. എറണാകുളത്ത് വരുമ്പോൾ പിന്നെ വരാൻ വേണ്ടി പറയും, കാണണം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഡയറക്ടർക്ക് നമ്മൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഞാൻ കണ്ടതിൽ എനിക്ക് ചേട്ടൻ ചെയ്തതിൽ 80+ ക്യാരക്ടറാണ്. ഭയങ്കര നമുക്ക് ഒരു ഫണ്ണിയാണ്, പക്ഷെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്, പക്ഷെ ഒരു എന്താ പറയാ നർമ്മത്തിൽ ചാലിച്ചിട്ട് കാണുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ചേട്ടൻ ഇങ്ങനത്തെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സീരിയസ് റോളുകൾ അങ്ങനെ ചെയ്യാനാണോ? അങ്ങനെ രണ്ടും ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഈ ഡയലോഗ് എനിക്ക് തരുന്ന സമയത്ത് അതിലൊരു കോമഡീൻ്റെ ഒരു ഡയലോഗ് പോലും ഇല്ലല്ലോ. അതായത് പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. അമ്മ ലേശം അത്യാവശ്യം കുഴപ്പമില്ല, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തന്ന ഡയലോഗ് ഞാൻ പറയുന്ന സമയത്ത് പോലും വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമ ഭാഷേണ്ടതാണോ അതറിയില്ല, പക്ഷെ നമുക്ക് അത് കേട്ടിട്ടാണോ എന്നറിയില്ല. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടവും തോന്നും, ചിരിയും വരും. പക്ഷെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ സംസാരിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ഈ 3 കൂടെയാണ് അതിനെ കാണുന്നത്. അതെ, ഇപ്പൊ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖത്ത് മാത്രമേ ക്യാമറ ഉള്ളൂ. മറ്റവൻ്റെതൊന്നും എടുക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ പറയുന്നതിന്റെ മറുപടി അവിടെ നിന്ന് വരുന്നുണ്ടോന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് അവനെ ചീത്ത പറയുന്ന സാധനമാണല്ലോ. പക്ഷെ കണ്ടപ്പോൾ തമാശ വിചാരിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ സ്റ്റേജിൽ നിന്നാണെങ്കിൽ സ്പോട്ടിൽ അതിന്റെ റിസൾട്ട് കിട്ടും. തമാശയാണോ അതാണെന്നൊക്കെ ഉള്ളത്. സിനിമയാകുമ്പോൾ കഴിഞ്ഞ ശേഷം അറിയുന്നുള്ളൂ. അപ്പൊ നിതിന്യായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു അതില്? നിതിന്യ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്, മലയാളം. അപ്പോൾ നിതിന്യ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ PhD ഒറ്റയാൾ നാടകത്തിനെ കുറിച്ചുള്ള സംഭവം. അതിൻ്റെ മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളൂ. അപ്പോൾ ആ സിനിമയിൽ മമ്മാലി എന്ന ഇന്ത്യക്കാരൻ, റഫീഖ് മംഗലശ്ശേരി എഴുതി അരുണൻ ശിവൻ അഭിനയിച്ച, കാർത്തികേയൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, മൂപ്പൻ തന്നെയാണ് അഭിനയിച്ചതും, അരുണൻ ശിവൻ ഡയറക്ടർ. അപ്പോൾ ആ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ PhD എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയാൾ നാടകങ്ങളെ കുറിച്ച് ചെയ്ത സമയത്ത് എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരും. അതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കാനും എഴുതാനും റിസർച്ചിനെ കുറിച്ച് അങ്ങനെ ബന്ധമായി. അങ്ങനെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ച് നാടകങ്ങൾ ചെയ്ത് പിന്നെ സിനിമകൾ നടക്കും. പിന്നെ ഞങ്ങൾ അധിക സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി പോയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ നന്നായിട്ടൊരു കാരണം വെച്ചാൽ പുള്ളിക്കാർ ഒരു വേറെ ലെവലാണ്. ഒരു ഭയങ്കര വൈബാ. ആ വൈബ് തന്നെയാണ് ഇപ്പൊ മറ്റേ ഇപ്പൊ പുതിയ ഇറങ്ങിയിരിക്കുന്ന പേരല്ലൂർ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അതെ അതെ, എപ്പോൾ വേണമെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കുക.
നമുക്കൊന്നൊരു എന്താ പറയുക ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മുന്നോട്ട് എന്നുള്ള ലെവലിലാണ് പോണത്. അടുത്ത് പിടിച്ചാൽ കിട്ടൂല, ആ ലെവലിലാണ് ആള് പോണത്. ചേട്ടന് മറ്റേ 80+ ഡയലോഗ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അയ്യോ ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഫോൺ എടുത്തിട്ടേ, ആ മോനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഉളുപ്പിലെത്ത നായൻ്റെ മോനെ ഒരു പെണ്ണിന് പിന്നെ നട്ടപ്പാരിക്ക് വിളിച്ചിട്ട് ആരോട് ചോദിക്കേണ്ട കൊണ്ടുപോല്. ആ അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് വരും വേണ്ട, ഞാനിട്ട് കണ്ടിട്ടുമില്ല. ആ പിന്നെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? അത് ശരി, എവിടെ എൻ്റെ വണ്ടീൻ്റെ RC അടയ്ക്ക് ഒരു 3000 രൂപ വെച്ചിട്ട് എനിക്ക് തരാൻ പറ്റില്ല, എന്നിട്ടാണ് ഊനെടുത്ത് കൊടുത്ത്